എതിർചുഴലി വടക്കൻ കർണാടകയുടെ മുകൾ ഭാഗത്തുള്ള ഈ എതിർചുഴലി തീർച്ചയായിട്ടും കുറേയധികം ചൂടിനെ കേരളത്തിലേക്ക് കടത്തി വിടുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അന്തരീക്ഷത്തിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ ഡോക്ടർ അഭിലാഷ് പറഞ്ഞു കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്, നമ്മൾ മനുഷ്യൻ്റെ ഇടപെടലുകൾ കാരണം ഇതിൻ്റെ ആധിക്യം കൂട്ടുന്നു എന്നുള്ളത്. ഇപ്പോൾ ഒരു നഗരത്തിനെ സംബന്ധിച്ചിടത്തോളം 15 മുതൽ 18% വരെ പച്ചപ്പ്, ഈ ഒരു ഗ്രീൻ കവർ എന്ന് പറയുന്നത് നിലനിർത്തണം എന്നുള്ളതാണ് നഗര ആസൂത്രണത്തിൻ്റെ അടിസ്ഥാന തത്വം. നമ്മുടെ മിക്ക നഗരങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഇത് 9% താഴെയാണെന്ന് കാണാം. അതായത് പകുതി പോലും ഇല്ല. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. നമ്മൾ ഈ വികസനം എന്ന് കാണുന്നത് ഒരുപാട് കെട്ടിടങ്ങൾ വയ്ക്കുക, ഈ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ വികസനം എന്ന് പറയുന്നത്. എന്നാൽ നാളേക്കുള്ള ഒരു കരുതലായിട്ട് നമ്മൾ ഈ ലങ് സ്പേസസ്, ഈ ശ്വാസകോശം മനുഷ്യന് എത്രത്തോളം അത്യാവശ്യമാണോ അതുപോലെ നഗരങ്ങൾക്കും ഒരു ശ്വാസകോശം ആവശ്യമുണ്ട്. അത് ശുദ്ധവായു നമുക്ക് ഇനി ഭാവിയിലേക്ക് ഇനി വരാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് അവർക്ക് ആവശ്യമായ ഒരു വായു നമ്മൾ ഇവിടെ സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ഹരിത ഒരു ആവരണം നമ്മൾ ഒരുപാട് നശിപ്പിച്ചു കഴിഞ്ഞാൽ, ഏത് റോഡ് വികസനത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അവിടെയുള്ള മരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള മാർഗങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു, അതിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. പല പരിഷ്കൃത രാഷ്ട്രങ്ങളിലും അതാണ് അവർ ചെയ്യുന്നത്. മരങ്ങൾ മുറിച്ചു കൊണ്ടുള്ളതല്ല, ആ മരങ്ങളെ അങ്ങനെ സംരക്ഷിച്ചുകൊണ്ട്, പച്ചപ്പിനെ അങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് വികസനം വേണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വർദ്ധിച്ചു വരുന്ന നഗരവൽക്കരണം, 2 കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ആധിക്യം. അപ്പോൾ ഈ നഗരങ്ങളെല്ലാം ഈ ഹീറ്റ് ഐലൻഡുകളായി മാറുന്നു, അതായത് ഊഷരഭൂമിയായി മാറുകയാണ്. കാറ്റിന് പോകാൻ ഒരു സ്ഥലം വേണ്ടേ? കാറ്റിന് സഞ്ചരിക്കണമെങ്കിൽ ഒരു സ്ഥലം